ശ്രീ അഡ്വക്കേറ്റ് പി എം ആതിര, ഇവിടെ ഈ കുടുംബം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോകുമ്പോൾ ദേഹമാസകല മുറിവേറ്റ, മുഖത്തടക്കം വലിയ മുറിവുകളേറ്റ യുവതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 1 മണിക്ക് പോയ അവരെ 7 മണി വരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോയി ഡോക്ടറെ കണ്ടിട്ട് വാ എന്ന് പറയുകയാണ്. ഇവർ ഡോക്ടറെ കണ്ട് സർട്ടിഫിക്കറ്റുമായി വരികയാണ്. അതിനുശേഷം FIR പ്രകാരം ഇട്ട വകുപ്പിൽ ജാമ്യമില്ലാ വകുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ പ്രതി ഇപ്പോഴും അവൻ്റെ വീട്ടിൽ സുഖമായിരിക്കുകയാണ്. എന്തുകൊണ്ടാകാം അത്, അഡ്വക്കേറ്റ് പി എം ആതിര? പന്തീരാങ്കാവ് പോലീസ് ഇങ്ങനെ ഇത്രയും പരിക്കുകളും മുറിവുകളും ഏറ്റൊരു സ്ത്രീയോട് എടുത്ത സമീപനത്തോട് വളരെ കൃത്യമായ യോജിപ്പ് തന്നെ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കലും ഇത്രയും പരിക്കുകളുമായി വന്നൊരു പെൺകുട്ടിയോട്, സ്ത്രീയോട് പോലീസ് തന്നെ അവരുടെ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. അവർക്ക് വേണ്ടുന്ന മറ്റ് ചികിത്സയും സംവിധാനങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ്. വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലീസിന് തന്നെ ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. അതൊന്നും ചെയ്യാതെ അതൊരു ഈ പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും ഉത്തരവാദിത്വം മാത്രമായിട്ട് ചുരുക്കിയ പന്തീരാങ്കാവ് പോലീസിൻ്റെ നടപടിയോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല. അവർ തിരുത്തേണ്ടതായിട്ടുള്ള നടപടി തന്നെയാണത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത്തരം കേസുകൾ വരുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇപ്പം ഞങ്ങളുടെ മുന്നിൽ വരുന്ന കേസുകളിലൊക്കെ അനുഭവിക്കുന്നൊരു പ്രയാസമുണ്ട്. കാരണം ഭർതൃഗൃഹത്തിൽ ഭർതൃമതിയായ സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഏൽക്കുന്ന പീഡനങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിൽ 498A വകുപ്പിനകത്താണ് പെടുത്തിയിട്ടുള്ളത്. അത് ഇന്ന് ആ വകുപ്പിൽ എത്രമാത്രം വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി എന്നുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന ഒരു 20 വർഷം മുമ്പെയൊക്കെ 498A IPC പ്രകാരം ഒരു കേസ് പോലീസിന് മുന്നിൽ പരാതിപ്പെട്ടാൽ പോലീസ് അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യും, പ്രതിയെ ചെന്ന് അറസ്റ്റ് ചെയ്യും, പ്രതിയെ അകത്ത് കിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ 2014 കൂടി ഏകദേശം അത് പൂർണ്ണമായും അവസാനിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. 2014 സുപ്രീം കോടതി ഇന്ന് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസിനകത്ത് വിധി വരുന്നത്. അതിനകത്ത് വളരെ സമഗ്രമായി സുപ്രീം കോടതി ഈ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ ഭർതൃഗൃഹത്തിൽ പീഡനമേൽക്കുന്ന സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളതാണ്. ഒട്ടും വിക്ടിം ഫ്രണ്ട്ലി ആവാതെയാണ് സുപ്രീം കോടതി അതിനകത്ത് വിധി പറഞ്ഞിട്ടുള്ളത്. ആ വിധിക്ക് ശേഷം എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോടും സുപ്രീം കോടതി പറഞ്ഞു അതത് പ്രദേശങ്ങൾക്കകത്തുള്ള പോലീസ് ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കണം. ഇത്തരം പരാതികൾ വരുന്ന സമയത്ത് നേരിട്ട് അറസ്റ്റ് ചെയ്യാനോ കേസ് രജിസ്റ്റർ ചെയ്യാനോ പാടില്ല എന്നും പകരം അവരെ വിളിച്ച് സംസാരിച്ച് അതിനുശേഷം വേണം ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കാനെന്നും ഒക്കെ പറയുന്ന സമയത്ത് അതിനകത്ത് പറയുന്നൊരു വാചകമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഈസ് ഗ്രേറ്റ്ലി റിവേർഡ് ഇൻ ദിസ് കൺട്രി. രാജ്യത്തെ വിവാഹം എന്ന സ്ഥാപനത്തിന് വലിയ രീതിയിൽ ഏൽക്കുന്ന പരിക്കിനെ കുറിച്ചാണ് കോടതി അതിൽ ആകുലപ്പെടുന്നത്. അതിനകത്ത് സ്ത്രീക്ക് ഏൽക്കുന്ന പരിക്കിനെ കുറിച്ചുള്ള ആകുലത വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇനി പരിഷ്കാരം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത വരുന്ന സമയത്ത് അതിനകത്ത് പറയുന്നത് ഇങ്ങനെ പരാതിപ്പെടുന്ന സ്ത്രീക്കെതിരായിട്ടും കേസെടുക്കണം എന്നുള്ള രീതിയിലാണ്. ഇല്ല, ഞാൻ പറയുന്നത് നമുക്ക് നിയമത്തിന്റെ ഈ പറയുന്ന പരാധീനതകൾ ഉള്ളപ്പോൾ തന്നെ ഈ കേസിൽ FIR ഇങ്ങനെയാണ്. പരാതിക്കാരിയും ഭർത്താവും 5/5/2024 തീയതി വിവാഹിതരായി പന്തീരാങ്കാവ് പന്നിയൂർക്കളം വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാർ ജീവിച്ചു വരവെ പ്രതിയായ ഭർത്താവ് 12/5/2024 തീയതി പുലർച്ചെ 1 മണി സമയത്ത് വീട്ടിൽ വെച്ച് പരാതിക്കാരിയെ സംശയത്തിന്റെ പേരിൽ മുഖത്തും തലയിലും മറ്റു ശരീരഭാഗങ്ങളിലും കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കുകയും ചെയ്തു എന്നും മറ്റുമൊന്നുമാണ്. കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കി എന്ന മൊഴിയിൽ നിന്നും അത് സത്യമാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. FIR എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വകുപ്പ് വരുമ്പോൾ നോൺ ബെയിലബിൾ വകുപ്പുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്യണോ, കസ്റ്റഡി അല്ലെ, ഗാർഹിക പീഡനത്തിന്റെ വകുപ്പ് അതിലുണ്ട്. പക്ഷെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഗാർഹിക പീഡനത്തിന് വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കണോ വേണ്ടേ എന്നുള്ളത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് തീരുമാനിക്കാൻ വിവേചനാധികാരമുള്ള വകുപ്പ് ഇട്ടുകൊണ്ട് FIR-ൽ ഈ മൊബൈലിൻ്റെ ചാർജറിട്ട് കഴുത്തിൽ മുറുക്കി എന്ന് എഴുതി വെച്ചിരിക്കുകയും കൊലപാതക ശ്രമത്തിന് വകുപ്പിടാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ നിയമത്തിന്റെ പരാധീനതകൾ പറയുമ്പോൾ 307 IPCയോ 308 IPCയോ അതിനകത്ത് ചേർക്കേണ്ടതാണ്. 307 തന്നെ ചേർക്കേണ്ടതാണ്. കാരണം കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചെയ്തതാണ് പിടച്ചലിൽ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടത് മാത്രമാണ് അതിനകത്ത്. സ്ട്രാങ്കുലേഷൻ മാർക്ക് കഴുത്തിൽ വന്നിട്ടുള്ള കേസിനകത്ത് 307 എടുക്കാനൊന്നും പോലീസ് ഒരു കാരണവശാലും മടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ നിലനിൽക്കുന്ന ഈ ഭാര്യാഭർത്തൃ ബന്ധമാകുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ അവരുടെ മുന്നിലുള്ളത് ഞാൻ